അസ്സലാമു അലൈക്കും. വിശുദ്ധ ഖുർആന് നമ്മൾ ആയത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, അതൊരു പരീക്ഷണ ഗ്രന്ഥമാണെന്നുള്ളതിന് നമ്മൾ മുന്നേ തെളിവ് ഒരുപാട് തന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. എന്നാൽ ഇവിടെ പറയുന്നത് ജിന്നുകളാണ് അള്ളാന്റെ പരീക്ഷണത്തെ പറ്റിയിട്ട് നമുക്ക് സൂചിപ്പിച്ചു തരുന്നത്. അധ്യായം 72 സൂറ ജിന്നിലെ 1-ാമത്തെ ആയത്ത് പറയുന്നത്, നബിയെ പറയുക, ജിന്നുകളിൽ നിന്നുള്ള ഒരു സംഘം ഖുർആൻ ശ്രദ്ധിച്ചു കേൾക്കുകയുണ്ടായി. എന്നിട്ട് എനിക്ക് ദിവ്യബോധനം നൽകപ്പെട്ടിരിക്കുന്നു എന്നവർ സ്വന്തം സമൂഹത്തോട് പറഞ്ഞു. തീർച്ചയായും അത്ഭുതകരമായ ഒരു ഖുർആൻ ഞങ്ങൾ കേട്ടിരിക്കുന്നു. അത് സന്മാർഗത്തിലേക്ക് വഴി കാണിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ അത് വിശ്വസിച്ചു. മേലിൽ ഞങ്ങളുടെ രക്ഷിതാവിനോട് ആരെയും ഞങ്ങൾ പങ്കു ചേർക്കുകയില്ല. ഇവിടെ ജിന്നുകളാണ് പറയുന്നത്. അവർ വിശുദ്ധ ഖുർആന് മനസ്സിലാക്കിയപ്പോഴുള്ള സത്യമാണ് അവർ ഇനി ഇതിലൂടെ പറയാൻ പോകുന്നത്. നമ്മുടെ രക്ഷിതാവിന്റെ മഹത്വം ഉന്നതമാകുന്നു. അവൻ കൂട്ടുകാരിയെയോ സന്താനത്തെയോ സ്വീകരിച്ചിട്ടില്ല. ഞങ്ങളിലുള്ള വിഡ്ഢികൾ അള്ളാഹുവെ പറ്റി അതിക്രമപരമായ പരാമർശം നടത്തുകയുണ്ടായി. അതിൽ 13 മുതലാണ് പറയുന്നത്. സന്മാർഗം കേട്ടപ്പോൾ ഞങ്ങൾ അതിൽ വിശ്വസിച്ചിരിക്കുന്നു. അപ്പോൾ ഏതൊരുത്തൻ തന്റെ രക്ഷിതാവിൽ വിശ്വസിക്കുന്നുവോ അവൻ യാതൊരു നഷ്ടത്തെയും അനീതിയെയും പറ്റി ഭയപ്പെടേണ്ടി വരില്ല എന്നും അവർ പറഞ്ഞു. ഞങ്ങളുടെ കൂട്ടത്തിൽ കീഴ്പ്പെട്ട് ജീവിക്കുന്നവരുമുണ്ട്, അനീതി പ്രവർത്തിക്കുന്നവരും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. എന്നാൽ ആർ കീഴ്പ്പെട്ടിരുന്നുവോ അത്തരക്കാർ സന്മാർഗം അവലംബിച്ചിരിക്കുന്നു. അനീതി പ്രവർത്തിച്ചവരാകട്ടെ നരകത്തിനുള്ള വിറകായി തീരുന്നതാണ് എന്നും അവർ പറഞ്ഞു. ആ മാർഗത്തിൽ ഇസ്ലാമിൽ അവർ നേരെ നിലകൊള്ളുകയാണെങ്കിൽ നാം അവർക്ക് ധാരാളമായി വെള്ളം കുടിക്കാൻ നൽകുന്നതാണ്. അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് നിന്ന് കഴിഞ്ഞാൽ അവർക്ക് ധാരാളമായി വെള്ളം കുടിക്കാൻ നൽകുന്നവരെ അവിടെ പറയുന്നുണ്ട്. അഥവാ അള്ളാന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാവും. അതിലൂടെ നാം അവരെ പരീക്ഷിക്കുവാൻ വേണ്ടി അത്രേ അത്. തന്റെ രക്ഷിതാവിന്റെ ഉത്ബോധനത്തെ വിട്ട് ആർ തിരിഞ്ഞു കളയുന്നുവോ അവനെ പ്രയാസകരമായ ശിക്ഷയിൽ പ്രവേശിപ്പിക്കുന്നതാണ് എന്നും എനിക്ക് ബോധനം നൽകപ്പെട്ടിരിക്കുന്നു. ഇവിടെ പറയുന്നത് എന്താണ്? അള്ളാന്റെ ഉത്ബോധനത്തെ വിട്ട് തിരിഞ്ഞു കളയുന്നവരാരോ അവർക്ക് നരക ശിക്ഷയാണ് എന്നുള്ളത് ഇവിടെ പറയാണ്. അതിലൂടെ നാം അവരെ പരീക്ഷിക്കുവാൻ വേണ്ടി അത്രയെന്ന് ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ വിശുദ്ധ ഖുർആൻ ഒരു പരീക്ഷണ ഗ്രന്ഥമാണ് എന്നുള്ളത് ജിന്നുകൾ പോലും നമുക്ക് സൂചന നൽകുന്നുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. നാം അവരെ പരീക്ഷിക്കാൻ വേണ്ടി അത്രേ അത്. തന്റെ രക്ഷിതാവിന്റെ ഉത്ബോധനത്തെ വിട്ട് ആർ തിരിഞ്ഞു കളയുന്നുവോ അള്ളാഹിന്റെ തെളിവുകളാണ്. ആ തെളിവുകൾ വന്നിട്ടും കേട്ടിട്ടും മനസ്സിലാക്കാതെ അത് നിഷേധിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ അത് അള്ളാഹു മനുഷ്യർക്ക് വെച്ച ഒരു പരീക്ഷണം മാത്രമാണ്. വിശുദ്ധ ഖുർആന് നമുക്കൊരു പരീക്ഷണമാക്കി വെച്ചിട്ടുണ്ട് എന്ന് ജിന്നുകൾ നമുക്ക് സൂചന നൽകുന്നുണ്ട്. എന്നാൽ അതേ അധ്യായത്തിൽ തന്നെ 24 പറയുന്നുണ്ട്, അങ്ങനെ അവർക്ക് താക്കീത് നൽകപ്പെടുന്ന ആ കാര്യം അവർ കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും ദുർബലനായ സഹായി ആരാണെന്നും എണ്ണത്തിൽ ഏറ്റവും കുറവ് ആരാണെന്നും അവർ മനസ്സിലാക്കിക്കൊള്ളും. നബിയെ പറയുക, നിങ്ങൾക്ക് താക്കീത് നൽകപ്പെടുന്ന കാര്യം അടുത്തു തന്നെയാണോ? അതല്ല, എൻ്റെ രക്ഷിതാവ് അതിന് അവധി വെച്ചേക്കുമോ എന്ന് എനിക്കറിയില്ല.